Good morning friends. ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ പ്രാക്ടിക്കൽ സെക്ഷനിലാണ്. പ്രാക്ടിക്കൽ സെക്ഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ് ബൈനറി ഇക്വാലിറ്റി കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ C++ ജീനിയിലാണ് അത് ചെയ്യേണ്ടത്. ജീനി എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിൽ പോയി ജീനി എടുക്കാൻ പറ്റുന്നതാണ്. അവിടുന്ന് അത് നമ്മളെടുത്ത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഹെഡർ ഫയൽസ് കൊടുക്കുന്നതാണ്. #include iOS stream using namespace std. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇവിടെ നമ്മൾ റിക്കർസീവ് ഫംഗ്ഷനാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ void binary semicolon void binary of int n നമ്മൾ കൊടുത്തു. ഇത് നമ്മൾ ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇഫ് n greater than 1 binary of n by 2 cout n mod 2. നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമിലേക്ക് വരികയാണ്. ഇൻറ്റ് മെയിൻ. ഓക്കെ, നമ്മളിനി നമ്മളൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഡി എന്ന് പറഞ്ഞൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ വാരിയബിളിനെ ചോദിക്കുന്നു വാരിയബിൾ നമ്പർ ഇതിൽ എന്നിട്ട് നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നു. ബൈനറി ഓഫ് ദ ഡിജിറ്റ് സ്പേസ് കൊടുക്കാൻ വേണ്ടി ഓൺ ചെയ്യുന്നു. റിട്ടേൺ 0. എല്ലാ പ്രോഗ്രാമും ക്ലോസ് ചെയ്യുന്നത് റിട്ടേൺ 0 കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു നമ്മൾ. binary2.cpp. അതിനുശേഷം നമ്മൾ റൺ ചെയ്യുന്നു. റൺ കംപ്ലീഷൻ ഫിനിഷ് സക്സസ്ഫുള്ളി. ഒരു എററും ഇല്ല, നമുക്ക് പ്രോഗ്രാം കിട്ടി. നമ്മളത് ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റൺ ചെയ്ത് നോക്കുന്നു. ഓക്കെ, എൻ്റെ നമ്പർ 1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ 1 എന്ന് തന്നെയാണ് ബൈനറി വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് 10 എന്ന് കൊടുക്കുമ്പോൾ 1010. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കറക്റ്റാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന പ്രോഗ്രാം.